അവളുടെ ഒരു കല്യാണം നടന്നത് സത്യമാ. ലോക്കപ്പിലായ ബാലനെ കാണാൻ പൂക്കോടിയും സീതയുടെ അമ്മയും വരുന്നു. കല്യാണ പന്തലിൽ നിന്നുള്ള യാത്രക്കിടയില് കാറിൽ വെച്ച് ഭർത്താവ് മരിച്ചു. കല്യാണം കഴിഞ്ഞ് 1-2 മണിക്കൂറിനുള്ളില് വിധവയാകേണ്ടി വന്നവളാ എന്റെ മോള്. അതിനേക്കാൾ എനിക്ക് വിശ്വസിക്കാൻ പറ്റാത്തത് ഇത് നീ ബാലനോട് എന്നോട് ഒന്നും പറയാതിരുന്നതാ. ബാലനെ ജാമ്യത്തിലിറക്കാൻ ശാരദയും മനസ്സജനും രവിയോട് ആവശ്യപ്പെടുന്നു. ഫീസ് കൊടുക്കണ്ടേ? കുറഞ്ഞതൊരു 10,000-2,500 രൂപയെങ്കിലും കൊടുക്കണം. എന്റെ കയ്യിൽ ആകെ ഒരു 3,000 രൂപ ഉണ്ടായിരുന്നു. അതിന് ഞാൻ ഇന്നലെ ഒരു ഷൂസും വാങ്ങിച്ചു. ഒരു ചെരുപ്പിന്റെ വില പോലും ഇല്ലേ രവിയേട്ടാ സ്വന്തം ഏട്ടന്? ഇനി സ്റ്റേഷനിൽ കയറേണ്ടത് അവളാ, ആ കുട്ടിമണി. നീ എന്തൊക്കെയായി പറയുന്നത്? മലയാളം. ബാലനെ ജാമ്യത്തിലിറക്കാൻ മനസ്സജൻ അഡ്വക്കേറ്റിനോടൊപ്പം സ്റ്റേഷനിലെത്തും. അഡ്വക്കേറ്റ് കോട്ട് കണ്ടപ്പോ മനസ്സിലായിരിക്കണം സർ. തുടർന്ന് കാണുക. അപ്പൊ കുട്ടിമണിയപ്പൻ എന്ത് ചെയ്യുന്നു? ഡ്രൈവറാണ് സാറേ. സാറേ ഡ്രൈവറാ? എന്റെ പൊന്നു വക്കീലെ ഒന്ന് ക്ഷമിക്കേ, കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ചൊന്നും മനസ്സിലാക്കാമല്ലോ. നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? എടാ നീ തമിഴ്നാട്ടുകാരനാണോ? അല്ല സാർ. അല്ല, നിന്നെ കണ്ടിട്ടുണ്ട് ഞാൻ. വല്ല തിരുച്ചിയിലോ നാഗർകോവിലോ? സേലം? അല്ല സാർ. മേട്ടുപ്പാളയം? അല്ല, മറ്റേ ഇതുണ്ടല്ലോ, എന്താ പറയുന്നത്, ചിദംബരം? ചിദംബരം അല്ല സാർ. അല്ലെങ്കിൽ പിന്നെ കോയമ്പത്തൂരിന് അടുത്തുള്ളൊരു സ്ഥലം ഉണ്ടല്ലോ വക്കീലെ, കോയമ്പത്തൂരിന് 45 കിലോമീറ്റർ ഒരു ഊട്ടി. ഊട്ടിയല്ലേ? അല്ല സാർ. ഊട്ടി വെച്ചല്ല? അല്ല അല്ലല്ലേ? അപ്പൊ ഇവനെ എനിക്ക് തെറ്റിയായിരിക്കും. ഞാൻ ഓർത്ത് പിടിച്ചോളാം. ബെയിൽ ആപ്ലിക്കേഷൻ കൊണ്ടുവന്നിട്ടുണ്ടോ സാർ? അതും കൊണ്ടല്ലേ വക്കീലമാര് വരൂ. ഓ, വക്കീലെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല, അത് പറഞ്ഞാൽ മതി. എടാ പിന്നെ കന്യാകുമാരിന്ന് കുറച്ച് ഇങ്ങോട്ട് പോകുന്നൊരു സ്ഥലം ഉണ്ടല്ലോ, എന്താ പറയുന്നത്, കുഴുത്തറ, അവിടെ വെച്ചാണോ? അല്ല സാർ. അല്ല അല്ല. അപ്പൊ പിന്നെ നീ അവിടെ നിൽക്കേണ്ട കാര്യമില്ല, ഇവിടെ വന്നിരുന്നോ. ശരി. മനസ്സിജൻ അല്ലേ? അതെ സാർ. എടാ ഇനിയിപ്പോ പോണ്ടിച്ചേരി വെച്ചാണോ? പോണ്ടിച്ചേരി? അല്ല സാറേ, ഞാൻ കേരളത്തിന് പുറത്ത് കാലുകുത്തിയിട്ടില്ല. അന്ന് നിനക്ക് ആണി രോഗം മറ്റാണോ? അതോ അതിർത്തി വിട്ടു പോയി കഴിഞ്ഞാൽ നിന്റെ തല പൊട്ടിത്തെറിച്ചു സാർ? എന്റെ പൊന്നു വക്കീലെ, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. ആദ്യം ഇൻവെസ്റ്റിഗേഷൻ ആണ് പ്രിഫറൻസ്, പിന്നെയുള്ളൂ ബെയിൽ ആപ്ലിക്കേഷന്. ഒരുപാട് വായിച്ചു നോക്കാനുള്ളതല്ലേ. അപ്പൊ അവിടെയല്ല, പോണ്ടിച്ചേരിയിലും പോയിട്ടില്ല? ഇല്ല സാർ. ഓക്കെ ഓക്കെ. കുറുപ്പേ സാർ. ഓ എടോ, എപ്പോഴും ഇങ്ങനെ തറ ചവിട്ടി പൊളിക്കണ്ട. അവനെയും വിളിക്കും, ബാലകോ ബാലൻ. ഇതിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യം തരുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ ഇവനെ വീട്ടിൽ നിങ്ങൾ കൊണ്ട് ഇറക്കുന്നതും ഞാൻ ജീപ്പിൽ പുറകെ ഫോളോ ചെയ്ത് ഇവനെ വീണ്ടും പിടിച്ചകത്തോണ്ടിട്ടാ നിങ്ങൾ എന്ത് ചെയ്യും? അത് കുഴപ്പമില്ല, ഞാനും പുറകെ വന്നങ്ങ് ഇറങ്ങിക്കൊണ്ട് പോയിക്കോളാം. അല്ലെങ്കിലും കാക്കയും കറുപ്പും തമ്മിൽ ചേരില്ലല്ലോ. പിന്നെ ചെറുതായിട്ടൊന്ന് തലോടിയിട്ടുണ്ട്, അതത്ര കാര്യമാക്കാനൊന്നുമില്ല, വലിയ സീരിയസ് ഇഷ്യൂസ് ഒന്നുമല്ല. നിങ്ങൾ കൊണ്ടുപോയി ജനറൽ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിട്ട് പിന്നെ ഈ പ്രസ് ക്ലബ്ബ് മീറ്റൊക്കെ വിളിച്ച് കുളമാക്കരുത്. ഇതൊക്കെ പോലീസിന്റെ ഒരു നോർമൽ പ്രൊസീജിയർ, അത്രേ ഉള്ളൂ. ശരി, പോട്ടെ. സൈൻ ചെയ്തിട്ടുണ്ടല്ലോ? താങ്ക് യു സർ. ഓക്കെ എന്നാ. മനസ്സിജ, ഒരു മിനിറ്റ്. നിന്റെ പേര് മനസ്സിജെന്ന് തന്നെ ആണല്ലോ അല്ലേ? വേറെ എന്തോ വിളിപ്പേരുണ്ടല്ലോ നിനക്ക്? ഇല്ല സാർ. ഇല്ല 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 ഇല്ല. എനി പ്രോബ്ലം സർ? ഓ, നോ പ്രോബ്ലം. ഇഫ് എനി പ്രോബ്ലം ഐ വിൽ കോൺടാക്ട്. നീ വെക്കോ. ശരി സാർ. കുറുപ്പേ. ഓ, എന്താ സാർ? ഇവനെ ഞാൻ പറയുവാണെങ്കിൽ ഒന്ന് സ്കെച്ച് ചെയ്തേക്കണം. കഥയ്ക്കെന്തോ ഒരു ട്വിസ്റ്റ് വരാൻ പോകുന്നുണ്ടോ എന്നൊരു സംശയം. സ്വാമിയേ ശരണമയ്യപ്പ.
സിജ, ഒന്ന് നിർത്ത് സിജ, എന്താ ബാലേട്ടാ? ഒന്ന് നിർത്ത്. ബാലേട്ടാ, എന്താ ഇത്? ഇപ്പൊ എനിക്ക് തോന്നുക സിജ, എന്റെ സീത എങ്ങും പോയതായിരിക്കില്ല. എന്തോ ഒരു ചതി നടന്നിട്ടുണ്ട്. ആരൊക്കെയോ ചേർന്നൊരു ചതി ഒരുക്കിയിട്ടുണ്ട്. ഇതിന് മാത്രമൊക്കെ അനുഭവിക്കാൻ വയലോരം വീട്ടിലെ ബാലചന്ദ്രൻ ആരോടും ഒരു ദ്രോഹം ചെയ്തിട്ടില്ല. പിന്നെ എന്തിനാ ദൈവമേ എന്നോട് ഇങ്ങനെ? ബാലേട്ടാ, എന്താ ബാലേട്ടാ ഇത്? ഇത് നടു റോഡാ. വാ, നമുക്ക് പോവാം. വേണ്ട സിജ, ഞാനൊന്ന് കരഞ്ഞോട്ടെ. വീട്ടിൽ ചെന്ന എന്റെ അമ്മയുടെ മുന്നിൽ വെച്ച് കരയാൻ പറ്റത്തില്ലല്ലോ. നമ്മളിനി എന്ത് ചെയ്യും സിജ? എന്റെ ഭാര്യയെ കാണാതെ അതിന് പോലീസ് എന്നെയാ സംശയിക്കുന്നത്. ആ സർക്കിളിനാണെങ്കിൽ എന്നോടെന്തോ വൈരാഗ്യമുള്ള പോലെ പെരുമാറുന്നത്. സർക്കിളിന് മുകളിലും ആളുകളുണ്ടല്ലോ ബാലേട്ടാ, നമുക്ക് ആലോചിച്ച് ചെയ്യാൻ കാര്യങ്ങൾ. കളയാൻ സമയമില്ല സിജ. സീതയ്ക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞേ പറ്റൂ. എന്നെ ഇഷ്ടമല്ലെങ്കിൽ അവൾ എൻ്റെ കൂടെ ജീവിക്കണ്ട. അവൾക്ക് ഇഷ്ടമുള്ള ആളുടെ കൂടെ ജീവിച്ചോട്ടെ. ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും അവൾ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുന്നത് മാത്രം അറിഞ്ഞാൽ മതി എനിക്ക്. അങ്ങനെയല്ലേ സീജ ഞാൻ ആഗ്രഹിക്കേണ്ടത്? ഈ സ്നേഹം എന്ന് പറഞ്ഞ ത്യാഗം കൂടിയല്ലേ സിജ? ഞാനെന്നും മറ്റുള്ളവരുടെ സന്തോഷത്തെപ്പറ്റി മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നമ്മൾ ജീവിക്കുന്നത് നമുക്ക് വേണ്ടി ആകരുത്, നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ആകണം എന്ന് വിശ്വസിക്കുന്നവനാ ഞാൻ. ഞാനൊപ്പമില്ലാത്തതാണ് എൻ്റെ സീതയുടെ സന്തോഷമെങ്കിൽ ആ സന്തോഷത്തിന് വേണ്ടി ഒഴിഞ്ഞു മാറി നിൽക്കാൻ ബാധ്യതപ്പെട്ടവനാ ഞാൻ. ഒന്നു മാത്രം എനിക്കറിഞ്ഞാൽ മതി, എൻ്റെ ഒരു മനസ്സമാധാനത്തിന് വേണ്ടി. എൻ്റെ സീത എവിടെയെങ്കിലും സന്തോഷത്തോടെ ജീവിച്ചിരിപ്പുണ്ടോ എന്ന്. ബാലേട്ടാ, സിജ, ജീവിതത്തിൽ ആരും തുണയില്ലാത്തവനാ ഞാൻ. ഒരേ ചോരയിൽ പിറന്നവന് ചേട്ടനിപ്പോ ഒരു അധികപ്പെട്ട് ശല്യമൊക്കെയാ. ഇപ്പൊ ഒരു കൂടപ്പിറപ്പിന്റെ സ്ഥാനത്ത് സിജൻ മാത്രമേ ഉള്ളൂ. സീതയ്ക്ക് എന്ത് പറ്റിയെന്ന് കണ്ടെത്താൻ സിജൻ എന്റെ കൂടെ നിൽക്കണം. ഞാനുണ്ട് ബാലേട്ടാ. എന്റെ മുഖത്ത് നോക്കി യാത്ര പറഞ്ഞിട്ട് സീത പോയിരുന്നെങ്കിൽ എനിക്കിത്ര സങ്കടം വരില്ലായിരുന്നു സിജ. ഇതെന്നെ വഴിയിൽ ഉപേക്ഷിച്ച പോലെ. ബാലേട്ടാ, ആളുകൾ ശ്രദ്ധിക്കുന്നു ബാലേട്ടാ. വാ. എന്നാലും സീതയ്ക്കൊന്ന് പറഞ്ഞിട്ട് പോകാമായിരുന്നു. ബാലേട്ട വന്നേ, വാ. ആ മോനെ വാ, അമ്മ കഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് വേണ്ടമ്മേ. പിന്നെ വേണ്ട, കൊണ്ടുപോയി നല്ലതുപോലെ വിളമ്പി കൊടുക്ക് ശാരദേ. ഓ, ഒറ്റ ദിവസം കൊണ്ട് ചെറുക്കനങ്ങ് കോലം കെട്ടുപോയി. അതങ്ങനെ പോലീസുകാരിടിച്ച് എല്ല് വെള്ളമാക്കി കാണും. അയ്യോ, ആണോ മോനെ? പിന്നെ അല്ലാതെ. എന്റെ പൊന്നമ്മേ, എന്നെ ഒന്നും ചെയ്തില്ലെന്ന് എത്ര തവണ ഞാൻ പറഞ്ഞു. സിജന് ഇത്രയും പിടിപാടൊക്കെ ഉണ്ടെന്ന് എനിക്ക് ഇപ്പോഴാ മനസ്സിലായത്. പിന്നെ അല്ലാതെ. ഇവിടത്തെ പഠിത്തക്കാരൻ മക്കുണിനേക്കാൾ ഭേദമാണ്. ഓ, രാവിലെ സിജൻ അവനോട് പറഞ്ഞതല്ലേ കൂടെ ഒന്ന് ചെല്ലാൻ. രവി എന്തിനാമേ ബുദ്ധിമുട്ടിക്കുന്നേ? അവനിപ്പോ ഒരുപാട് തിരക്കുകളിൽ നിൽക്കുമല്ലേ. പിന്നെ തിരക്ക്, അവനാണല്ലോ ജില്ല ഭരിക്കുന്നത്.
പോലീസ് സീതയ്ക്ക് വേണ്ടി നന്നായിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലേ മോനെ? ആ അതുകൊണ്ടാണല്ലോ ഭാര്യയെ കാണാതെ പോയതിന് ഭർത്താവിനെ പിടിച്ചകത്തിടുന്നത്. യ്യോ, എന്റെ ചെറുക്കന്റെ ദേഹത്ത് കൈവച്ച കേരള പോലീസ് മുടിഞ്ഞ് പണ്ടാറോടങ്ങണേ. ആ വിട്ടോടാ, രാവിലെ ഷാർപ്പ് 6:30. വൈകരുത്. ശരി. ആ ഇറങ്ങിയായിരുന്നു. പിന്നെ നീ എന്താ കരുതി ആയുഷ്കാലം അകത്ത് കിടക്കുമെന്ന? പിന്നെ നിനക്ക് നിന്റെ അച്ഛ വീട്ടുകാർക്ക് മാത്രമല്ല പിടിപാടുള്ളത്. പിടിപാട് പോലീസിന്റെ കിട്ടിയതിന്റെ പാടേ ബാലന്റെ മുതുകത്ത് കാണും. രവി, ഓ രവി പറയുന്നതാണല്ലോ കുറ്റം. നാട്ടുകാർ മുഴുവൻ കവലയിൽ ചർച്ച ചെയ്യുന്നതിന് ഒരു കുഴപ്പമില്ല. നാട്ടുകാർ എന്ത് ചർച്ച ചെയ്തെന്നാടാ? ബാലനെന്താ ആരെങ്കിലും കൊന്നോ അതോ ആരെങ്കിലും കൊള്ളയടിച്ചോ? ഓ അതായിരുന്നേലും സഹിക്കായിരുന്നേ. ഭർത്താവിന്റെ ഭാര്യയുടെ വിശേഷമാ ചർച്ച. ഇന്നും ഞാൻ മതിയെ വീട്ടിലേക്ക് വിളിച്ചതാ. മതി വന്നില്ല, വരത്തില്ല. ഈ വീട്ടിൽ വന്നു നിൽക്കാൻ പറ്റുമോ? അതെന്താടാ, ഇവിടെ ഉള്ളവർക്കൊക്കെ കുഷ്ഠമാണ്. അതായിരുന്നാലും സഹിക്കാമായിരുന്നു. മാനക്കേട് അതിലും വലുതാണല്ലോ. മൂത്ത മരുമകളുടെ സ്വഭാവവിശേഷം കൊണ്ടേ ഇളയ മരുമകൾക്ക് കുടുംബത്തിൽ കയറാൻ വയ്യാത്ത സ്ഥിതിയായി. എന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് മതി പറഞ്ഞതാ. പക്ഷേ കാശ് മുടക്കി ജപ്തി ഒഴിവാക്കിയിട്ട് ഞാൻ അവിടെ നിൽക്കേണ്ട കാര്യമില്ലല്ലോ. എല്ലാം ഒന്ന് ശുദ്ധീകരിക്കണം. ആവശ്യമില്ലാത്ത പാറ്റയും പഴുതാരയും പുഴുവിനെയൊക്കെ പുറത്ത് കളഞ്ഞ് ചാണകവെള്ളം തെളിച്ചിട്ട് വേണം എന്റെ മതി എനിക്കിങ്ങോട്ട് കൊണ്ടുവരാൻ. തൃപ്തിയായല്ലോ ശാരദ? ഇതിൽ കൂടുതലൊന്നും നമുക്ക് കേൾക്കാനില്ലല്ലോ. മനസ്സിജ, നിന്റെ കാല് ഭൂമിയിലോട്ടൊന്ന് ചവിട്ട്. നിന്നെ ശരിക്കൊന്ന് കാണട്ടെ ഞാൻ. മനുഷ്യത്വവും ദീനാനുകമ്പയും നിറഞ്ഞ മഹാനല്ലേ നീ? മഹാനായ മനസ്സിജൻ. മതിയുടെ അമ്മ എന്താ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അയ്യോ, നിനക്കൊന്നും അറിയത്തില്ല അല്ലേ? വയലോരം വീട്ടിലെ ബാലനെ ആ തെണ്ടിയെ ജാമ്യത്തിലിറക്കാൻ നീ ആരാടാ? അല്ല, അത് പിന്നെ ഞാൻ കുടുംബത്തൊരു പ്രശ്നം നടക്കുമ്പോ ഇടപെടാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓഹോ, നീ ഇപ്പോ അവിടുത്തെ കുടുംബക്കാരനായോ? അല്ല, ഞാനും എന്റെ മോളും വെറും. പണ്ടേ കലമോളോട് ഞാൻ പറഞ്ഞതാ, നിന്നെപ്പോലൊരു നന്ദി കെട്ടവനെ സ്നേഹിക്കുകയോ കൂടെ നിർത്തുകയോ ചെയ്യരുതെന്ന്. നീ എന്തുമാത്രം വലിയ കള്ളനാണെന്ന് ഞങ്ങൾക്കറിയാലോ. ഞങ്ങൾക്ക് മാത്രമാണല്ലോ അതറിയാവുന്നത്. മതിയുടെ അമ്മ ഇപ്പൊ എന്തിനാ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തെന്നാ? മതിക്കും എനിക്കും ഇഷ്ടമില്ലാത്തത് ചെയ്യുന്നത് ഞങ്ങളോടുള്ള തെറ്റ് തന്നെയാടാ. കലമോള് വെച്ചിട്ടുണ്ട് നിനക്ക്. അവള് പറഞ്ഞിട്ടാ ഞാനിപ്പോ നിന്നെ വന്ന് കണ്ടത്. മതിയും മതിയുടെ അമ്മയും ദൈവത്തെ ഓർത്തൊരു കാര്യം മനസ്സിലാക്കണം. വയലോരം വീട്ടുകാരുടെ വിശ്വാസം പിടിച്ചു പറ്റി അവിടെ നിൽക്കണമെങ്കിൽ ഇങ്ങനെ ചില ചെറിയ സഹായങ്ങൾ അവർക്ക് ചെയ്തു കൊടുത്തേ പറ്റൂ.
സീതയുടെ കാര്യത്തിൽ ഇപ്പോൾ നിങ്ങൾ പറഞ്ഞതെല്ലാം ഞാൻ അനുസരിച്ചില്ലേ? മുട്ടുസൂചി തറയിലിട്ടിട്ട് കടിച്ചെടുത്ത് തരാൻ പറഞ്ഞാലും മനസ്സ് ഞാനത് അനുസരിക്കും. എൻ്റെ ഗതികേടാണ്, എൻ്റെ നിവൃത്തികേട്. ദേവി ഇത് മനസ്സിലാക്കാൻ പറയണം മതിയോട്. ഇപ്പൊ നീ പൊയ്ക്കോ, വിളിപ്പിച്ചോളാം നിന്നെ ഞാൻ. അമ്മേ, ഞാനേ ഒരു കാര്യം ചോദിച്ചോട്ടെ? ഈ പൂവൊക്കെ എന്തിനാ നമ്മൾ ഇവിടെ വെച്ചേ? അതെ, ഈ പൂവൊക്കെ അച്ഛക്കുള്ളതാ കുട്ടിമണി. അല്ല, അച്ഛക്ക് എന്തിനാ ഈ പൂവ്? പൂവൊക്കെ ദൈവത്തിനുള്ളല്ലയോ? അല്ല, ഇനി എന്റെ അച്ഛ ദൈവമാണോ? ആ, അച്ഛയും അമ്മയൊക്കെ കൊച്ച ഏറ്റവും വലിയ ദൈവങ്ങള്. ആണോ? ആ, എന്നിട്ട് എന്റെ അമ്മയുടെ തലയില് ദൈവങ്ങളെ പോലെ സ്വർണ്ണ തൊപ്പിയൊന്നും ഇല്ലല്ലോ. ആ, സരസ്വതി ദേവിയുടെ തലയില് സ്വർണ്ണ തൊപ്പിയുണ്ട്, കയ്യിലെ ഒരു വലിയ താമര പൂവുണ്ട്. ഓ, നീയായിട്ട് നിന്റെ അമ്മയുടെ ചെവിയിൽ ചെമ്പരത്തി പൂ വയ്ക്കാനുള്ള കാര്യങ്ങളൊന്നും ഉണ്ടാക്കി വെക്കരുതേ കൊച്ചേ. എന്റെ നാത്തൂനെ, അവളോട് ചുമ്മാ വഴക്കിടാതെ. ഇതൊക്കെ അവളുടെ കുഞ്ഞു കുഞ്ഞു സംശയങ്ങളല്ലേ? ആ, അവളുടെ എല്ലാ സംശയവും വലിയ കൊണഷ്ട പിടിച്ചതായിരിക്കും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അച്യുതന്റെ നാളെ അടുത്ത ആഴ്ച അമ്പലത്തിൽ പോയി ഒരു പിതൃപൂജ നടത്തണം. അച്യുതനെങ്കിലും മനസമാധാനമായിട്ടിരിക്കട്ടെ. സീത എവിടെയാണെന്ന് ഓർക്കുമ്പോ നെഞ്ചിനകത്ത് തീ കത്തുക. ആ കത്തില് പറഞ്ഞതുപോലെ സീത ആരുടെയോ കൂടെ പോയെന്ന് എനിക്ക് വിശ്വാസമില്ല നാത്തൂനെ. അവളുടെ കല്യാണം നടന്നത് ശരിയാ, ഭർത്താവ് അന്ന് തന്നെ മരിച്ചും പോയി, അതും ശരിയാ. അമ്മേ, ആരുടെ ഭർത്താവാ അമ്മ മരിച്ചേ? ഓ, പെണ്ണ് വിശേഷം കേൾക്കാൻ ചെവിയും കുറിപ്പിച്ച് നിൽക്കുകയാണല്ലോ. ഞാൻ എന്റെ ചെവി കൂപ്പറി ചിരിച്ചൊന്നുമല്ല, എന്റെ നല്ല സുന്ദരൻ ചെവിയാ. എപ്പോഴും മഴ കൂടാൻ വന്നോലും എനിക്ക് ഇഷ്ടമല്ല, പാമ്പും കൊത്തത്തില്ല. ശാരദേ, നീ ഇങ്ങനെ തന്നെയും പിന്നെ സീതയുടെ കാര്യം പറഞ്ഞ് സങ്കടപ്പെട്ടിട്ട് ഒരു കാര്യവും ഇല്ല. എല്ലാം ദൈവത്തിന്റെ ഓരോ കളിയല്ലേ. കൊടൈതമ്പുരാൻ വിചാരിക്കുന്നത് പോലൊക്കെ നടക്കട്ടെ. നമ്മളെപ്പോലുള്ള പാവങ്ങളെയൊക്കെ കുരങ്ങ് എളിപ്പിക്കട്ടെ ദൈവം. ദൈവത്തിന് വേണ്ട ഒരു വിനോദമൊക്കെ. സിജനുണ്ടായിരുന്നോണ്ട് എന്തായാലും ബാലനെ പോയി ഇറക്കി. എന്നാലും എന്റെ ശാരദേ, നിന്റെ രണ്ടാമത്തെ മോൻ നിന്റെ വയറ്റിൽ തന്നെ പറന്നതാണോ? അവൻ എങ്ങനെ തോന്നുന്നു ഇങ്ങനെ കണ്ണിച്ചോരയില്ലാതെ പെരുമാറാൻ? ചില നേരത്ത് അവന്റെ സംസാരം കേട്ടോ ആ താടിയൊക്കെ കൂടെ വലിച്ചു മറിച്ച് കളയാൻ തോന്നും. അച്ചിക്കോന്തൻ അവനും അവന്റേതായ നിവൃത്തികേട് കാണും നാത്തൂനെ. ഓ, എന്തോന്ന് നിവർത്തികേട്? അവനവന്റെ തൊലി വെളുപ്പിന്റെയും കയ്യിൽ 4 പുത്തം കിട്ടിയതിന്റെയും അഹങ്കാരം. അവനിപ്പോ പെറ്റതള്ളയും വേണ്ട, കൂടെ പറപ്പിനെയും വേണ്ട. ഭാര്യ അമ്മായിയമ്മയും മാത്രം മതി. അമ്മായിമ്മയെന്ന് പറഞ്ഞാലും അമ്മ തന്നെയല്ലേ നാത്തൂനെ? അമ്മായിയമ്മയെ അമ്മയെ പോലെ കാണുകയും സ്നേഹിക്കുകയും പെരുമാറുകയും ഒക്കെ വേണം. വേണ്ടെന്ന് ആര് പറഞ്ഞു? എന്ന് കരുതി മുലപ്പാല് കൊടുത്തു വളർത്തിയ പെറ്റതള്ളയെ മറക്കണമെന്നുണ്ടോ? അല്ലെങ്കിൽ തന്നെ കാശുള്ള അമ്മായിയമ്മയുടെ മുമ്പില് എന്തോന്ന് പെറ്റതള്ള, എന്തോന്ന് മുലപ്പാല്. അല്ല ശാരദേ, രവിക്ക് കാശിനോടുള്ള ആർത്തി കാണുമ്പോ എനിക്കൊരു സംശയം. യവനുണ്ടായി വീണപ്പം തേനും വയമ്പുവാണോ നമ്മൾ കൊടുത്തത്, അതോ 10 പൈസ തൊട്ട് ഒരച്ചു കൊടുക്കുമായിരുന്നോ? വലിയ പണക്കാരനാവുക എന്നുള്ളത് കുഞ്ഞുനാളിലെ അവന്റെ ആഗ്രഹമായിരുന്നു. നാത്തൂൻ ഓർക്കുന്നില്ലേ? കൊച്ചിലെ അവന്റെ പോക്കറ്റിൽ എപ്പോഴും കുറെ കടലാസ് കഷ്ണം കാണും, രൂപ നോട്ടുകളാണെന്നും പറഞ്ഞ്. ബാലൻ പാവം, അവൻ അന്നും ഇന്നും എങ്ങനെയും കഴിഞ്ഞു പോയാ മതി. ഒരുപാട് പാവമായതുകൊണ്ടാ അവന്റെ ജീവിതത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. കുറച്ച് സങ്കടപ്പെടുത്തിയാലും ദൈവം എന്റെ കൊച്ചിനെ അങ്ങനെ അങ്ങ് കൈവിടത്തില്ല, അതെനിക്ക് ഉറപ്പാ. അത്രയ്ക്കുള്ള പാപമൊന്നും ഞാൻ ചെയ്തിട്ടില്ല.
ശാരദാമ്മ എന്താ കുറുപ്പ് സമാധിയിൽ പുഷ്പാർച്ചന നടത്തുമായിരുന്നോ? കലമോൾ എന്തു പറയുന്നു? സുഖമല്ലേ? അവൾക്കെന്നാ സൂക്കേട്? അവള് രാജകുമാരിയായിട്ടിരിക്കുക. അവൾക്കാകെ ഉണ്ടായ സൂക്കേടെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അഴകുഴമ്പൻ മോനുമായിട്ടുള്ള കല്യാണമാ. ഈ കിളവന്റെ പ്രേതം കാരണമാ എന്റെ പെങ്കൊച്ചിങ്ങോട്ട് വരാത്തത്. നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്? അമ്മായി അമ്മ തല്ലോന്ന് പേടിച്ചിട്ടാണോ? കഴകത്തില്ലാത്ത കഴുതേ. അവള് രാജകുമാരിയായിട്ടിരിക്കുക. അവൾക്കാകെ ഉണ്ടായ സൂക്കേടെന്ന് പറയുന്നത് നിങ്ങളുടെ ഈ അഴകുഴമ്പൻ മോനുമായിട്ടുള്ള കല്യാണമാ. അത് പോട്ടെ, അത് ഞാൻ സഹിച്ചു. തൊണ്ടയിൽ പുഴുത്താൽ പിന്നെ കടിച്ചിറക്കുകയല്ലേ നിവർത്തിയുള്ളൂ. കലമോളുടെ അമ്മ വന്നത് അത് കൊള്ളാം. ഞാൻ കാശ് കൊടുത്ത് മേടിച്ച വീടല്ലേ ഇത്? എനിക്ക് എപ്പോ വേണമെങ്കിലും വരാലോ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ ചാടിക്കടിക്കാൻ നിൽക്കുന്നത്? ശാരദ ഒരു മര്യാദക്ക് ചോദിച്ചെന്നല്ലേ ഉള്ളൂ. തള്ളേ, എന്റെ കൊച്ചിന്റെ ദേഹത്ത് കൈവച്ചപ്പോഴേ ഞാൻ നിങ്ങളെ നോക്കി വെച്ചിരിക്കുക. ചുമ്മാതെ നിന്ന് ചെലച്ചാലുണ്ടല്ലോ വല്ല വൃദ്ധസദനത്തിലും കൊണ്ട് നടന്നള്ളിക്കളയും ഞാൻ. കേട്ടല്ലോ? നീ എന്താടാ മിണ്ടാതിരിക്കുന്നത്? അമ്മായി അമ്മ തല്ലോന്ന് പേടിച്ചിട്ടാണോ? കഴകത്തില്ലാത്ത കഴുതേ. ശാരദേ, എന്തിനാണ് അവനെ പെറ്റത്? ഈ കുടുംബത്തെ എന്തിനായവൻ? ദേ, എന്നോടുള്ള ദേഷ്യം അവനോട് തീർത്താലുണ്ടല്ലോ. തീർത്താൻ നിങ്ങൾ എന്തോ ചെയ്യും? നാത്തൂനെ, വഴക്കുണ്ടാക്കല്ലേ നാത്തൂനെ, ദൈവത്തെ ഓർത്ത്. പിന്നെ നിന്റെ വിരല് ഓരോന്നായിട്ട് ഞാൻ മുരിങ്ങിക്ക മുറിക്കുന്ന പോലെ മുറിക്കും. അമ്മേ, ഇങ്ങനെ ഒരു മോൻ. മതിയുടെ അമ്മ ഇങ്ങോട്ട് വന്നത് ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാ. എന്താ മോനെ? പറയാൻ ശാരദാമ്മേ, നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഈ കിളവന്റെ പ്രേതം കാരണമാ എന്റെ പെങ്കൊച്ചിങ്ങോട്ട് വരാത്തത്. ഞങ്ങൾ കാശ് മുടക്കിയ വീട്ടില് ഇങ്ങനൊരു ബാധയുടെ ഫോട്ടോ വേണ്ട. ഈ കുട്ടിമണിക്ക് കൂട്ട് അച്ഛ മാത്രം. ആ മകളുടെ മനസ്സ് വേദനിച്ചാൽ ഒരച്ഛനും സഹിക്കാനാകില്ല. ആ വളർച്ചയെത്താത്ത മനസ്സിന്റെ നിറഞ്ഞ കാഴ്ചയുമായി 3 മണി.